ഒരുപാട് പുതുമുഖങ്ങളെ സംഗീത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ. അതേസമയം തന്നെ ഗോപി സുന്ദർ സൈബർ ബുള്ളിയിങ്ങിന്റെ ഇര കൂടിയാണ്. ഏതൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചാലും എപ്പോഴും ഗോപി സുന്ദറിനെ ആക്രമിക്കാൻ ആളുകൾക്ക് വലിയ ആവേശമാണ്. ഒരു പെൺകുട്ടിക്കൊപ്പമുള്ള ചിത്രം പോലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് താരത്തിന്. വന്ന് ഗോപി സുന്ദറിനെ ടാഗ് ചെയ്തും ഒരു പോസ്റ്റ് പങ്കുവെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സുഹൃത്തുക്കൾക്ക്. ഇപ്പോൾ ഒരാൾ ഗോപി സുന്ദറിനെ ടാഗ് ചെയ്ത ഇൻസ്റ്റഗ്രാമിൽ പുതിയ പോസ്റ്റ് പങ്കുവച്ചു. അതിലെ ചില കമന്റുകളും ഗോപി സുന്ദർ നൽകിയ മറുപടിയുമാണ് ശ്രദ്ധ നേടുന്നത്. ഭദ്ര രജൻ എന്ന പെൺകുട്ടിയാണ് ഒരു പോസ്റ്റ് പങ്കുവച്ചത്. എന്റെ അടുത്ത പാട്ട് ഞാൻ ഗോപി ചേട്ടന് വേണ്ടി പാടി. ഈ മനോഹരമായ മെലഡി എനിക്ക് സമ്മാനിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രത്തിന് താഴെ ഭദ്ര കുറിച്ച വാക്കുകൾ. ചിത്രത്തിൽ ഭദ്രയുമുണ്ട്. ഗോപി സുന്ദറിന്റെ സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ നിന്നെടുത്ത ചിത്രമായിരുന്നു ഇത്. ഒരു നന്ദി പ്രകടനം മാത്രമായിരുന്നു ഭദ്രയുടെ വാക്കുകളിലൂടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതിന് താഴെ വന്ന കമന്റുകൾ അസഹനീയമാണ്. ഇതിലൊരാൾ കമന്റ് ചെയ്തത് ബി കെയർഫുൾ എന്നാണ്. ഈ കമന്റിന് ഗോപി സുന്ദർ മറുപടി നൽകിയിട്ടുണ്ട്. മോനെ, നൂറു മോനെ, അവൾ എന്റെ സ്വന്തം അനുജത്തിയെ പോലെയാണ്. ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും എന്റെ സഹോദരിയോട് കാണിച്ച ഈ കരുതലിന് നന്ദി എന്നാണ് ഗോപി സുന്ദർ മറുപടി നൽകിയത്. മറ്റൊരാൾ ചോദിച്ചത് പുതിയതാണോ എന്നാണ്. ഒന്നും പറയാനില്ല സഹോ എന്നാണ് ആ കമന്റിന് ഗോപി സുന്ദറിന്റെ മറുപടി. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അടുത്തത് നീയാണ്. ഗോപി മോനെ, ഞങ്ങൾ കമന്റ് ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റ് ഇടാമോ? ഒന്ന് അടിച്ചു കയറി വരാനാണ്. ഇത്തരത്തിലുള്ള മോശമായ കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ വരുന്നത്. പലരും ഗോപിയുടെ പഴയ പോസ്റ്റുകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് കമന്റുകൾ ചെയ്യുന്നത്. ഗോപി സുന്ദറിന്റെ സോഷ്യൽ മീഡിയ വാളിൽ വരുന്ന ഏത് ചിത്രങ്ങളും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊപ്പമുള്ള ചിത്രങ്ങളാണെങ്കിൽ അവരെയും ആളുകൾ ആക്രമിക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് തെറ്റായ രീതിയാണ്. ഒരാൾക്ക് വ്യക്തിപരമായ ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടായതുകൊണ്ട് അയാൾക്ക് എല്ലാ സ്ത്രീകളോടും അത്തരത്തിൽ ബന്ധമുണ്ട് എന്ന ധാരണ സമൂഹത്തിലുണ്ട്. മാത്രമല്ല, ഇതൊക്കെയും വ്യക്തിപരമായ തീരുമാനങ്ങളാണെന്നിരിക്കെ അതിൽ മറ്റുള്ളവർ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താതിരിക്കുന്നതാണ് നല്ലത്. നിർഭാഗ്യവശാൽ അത് മലയാളികൾ ചെയ്യാറുമില്ല. ഈയിടെ താനാര എന്ന ചിത്രത്തിലേക്ക് പാട്ടുപാടാൻ അവസരം ലഭിച്ച പ്രിയ നായർ എന്ന പെൺകുട്ടി ഗോപി സുന്ദറിന് നന്ദി പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇതിലും മോശം കമന്റുകളായിരുന്നു പോസ്റ്റിന് താഴെ വന്നത്. അതേസമയം ഭദ്ര രജൻ മികച്ച ഒരു ഗായികയാണ്. നല്ല ഒരുപിടി പാട്ടുകളാണ് ഭദ്ര പാടിയിട്ടുള്ളത്. ഹൃദയം എന്ന സിനിമയിലെ പുതിയൊരു ലോകം, രാരാരക്കമ്മ എന്ന പാട്ടിന്റെ മലയാളം വേർഷൻ എന്നിവയൊക്കെ ഭദ്ര രജനാണ് പാടിയിട്ടുള്ളത്. ജയ് ഗണേഷിലെ നേരമെന്ന് തുടങ്ങുന്ന ഗാനവും ഭദ്ര ആലപിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, അന്യഭാഷാ സിനിമകളിലെ മലയാളം വേർഷനുകളിലെ പാട്ടുകളെല്ലാം പാടാൻ ഭദ്രയ്ക്ക്. അതേസമയം ഈ വർഷം കൂടുതലും തെലുങ്കു സിനിമകൾക്ക് വേണ്ടിയാണ് ഗോപി സുന്ദർ സംഗീതം ഒരുക്കിയത്. തുണ്ട്, പെരുമാനി എന്ന ചിത്രത്തിലും ഗോപി വർക്ക് ചെയ്തു. ഇനിയും മികച്ച